നമസ്കാരം. മാസപ്പടി കേസിൽ സിപിഎമ്മും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടുതൽ പ്രതിരോധത്തിലാകുന്നു. കേസിലെ ഇഡി അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സിപിഎം വാദം പൂർണ്ണമായി തള്ളി സിപിഐ രംഗത്ത് വന്നു. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്നായിരുന്നു വിഷയത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഇത്തരം കൊടുക്കൽ വാങ്ങലുകളിൽ സിപിഐക്ക് യാതൊരു പങ്കുമില്ലെന്നും അതിൽ പാർട്ടിക്ക് താൽപര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. സിപിഎം നേതാക്കളുടെയും അവരുടെ സുഹൃത്തുക്കളുടെയും മേൽ ഇഡി നടത്തുന്ന അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് സിപിഎം വ്യക്തമാക്കുമ്പോഴാണ് മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ സിപിഐ പരസ്യമായി വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെ CMRL എക്സാലോജി കേസിൽ ഇഡി അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ വീട്ടിൽ നിന്ന് മുൻപ് കണ്ടെടുത്ത കൈയെഴുത്ത് കണക്കുകളാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. ഏകദേശം 20.05 കോടി രൂപയുടെ ഇടപാടുകൾ ഈ രേഖകളിലുണ്ടെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഇതിൽ 3.49 ലക്ഷം UAE ദർഹം ഹവാല ചാനലുകൾ വഴി ദുബായിലേക്ക് കൈമാറിയതായും പണം കൈപ്പറ്റിയവരുടെ പേരുകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഈ രേഖകളിലുണ്ടെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പുറത്തുവരുന്ന പുതിയ തെളിവുകളുടെയും ഡൽഹി കുറിപ്പുകളുടെയും അടിസ്ഥാനത്തിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. അടുത്ത ആഴ്ച തന്നെ ഇവർക്ക് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ഇഡി നോട്ടീസ് അയച്ചേക്കുമെന്നാണ് വിവരം. പരിശോധനയിൽ വീണയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കൈപ്പടയിലുള്ള ഡയറി രേഖകളിൽ നിർണായക വിവരങ്ങളുണ്ടെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഏകദേശം 20.05 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഈ രേഖകളിലുണ്ട്. ഇതിൽ 3.49 ലക്ഷം UAE ദർഹം ഹവാല ചാനലുകൾ വഴി ദുബായിലേക്ക് കൈമാറിയതിന്റെ തെളിവുകൾ ലഭിച്ചതായി ഇഡി അറിയിച്ചു. അനുവദനീയമായ വരുമാന മാർഗങ്ങൾക്കും അപ്പുറമുള്ള പണമിടപാടുകളാണ് നടന്നിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ച അന്വേഷണ സംഘം വിദേശത്തേക്ക് പണം കൈമാറിയതിൽ വിദേശ നാണ്യ വിനിമയ നിയമത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ എന്നും പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. വീണ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് കോഴിക്കോട്ടെ TTPC ഡെസ്റ്റിനേഷൻ മാനേജരും റിയാസിന്റെ സുഹൃത്തുമായ നന്ദുലാലിന്റെ പേരിലുള്ളതാണെന്നാണ് കണ്ടെത്തൽ. 2014 മുതൽ വീണയും റിയാസും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സിം എടുത്തു നൽകിയതെന്ന് നന്ദുലാൽ മൊഴി നൽകിയിട്ടുണ്ട്. ഹവാല ഇടപാടുകൾക്കായും സുരക്ഷിത ആശയവിനിമയങ്ങൾക്കായും ഇന്റർനെറ്റ് കോളുകൾ ചെയ്യാനാണ് ഈ സിം ഉപയോഗിച്ചതെന്ന സംശയത്തിലാണ് ഇഡി. 2021 റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ആവശ്യങ്ങൾക്കായി സോളസ് എന്ന പരസ്യ കമ്പനിക്ക് വീണ പണം കൈമാറിയിരുന്നു. CMRL നിന്ന് യാതൊരു സേവനവും നൽകാതെ സ്വീകരിച്ച അഴിമതി പണമാണോ ഇത്തരത്തിൽ കമ്പനിക്ക് നൽകിയതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ശ്രമം.